ഹലോ നമസ്കാരം. അപ്പൊ നമ്മളുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാറിലാണ്. ബാർ മീൻസ് നമ്മുടെ തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാറിലാണ്. അപ്പോൾ ഇതുള്ളത് നമ്മുടെ തൃശ്ശൂർ ആനക്കല്ലാണ്. ആനക്കല്ലുള്ള ഡാനി എന്ന് പറയുന്ന കേരള കേറ്റേഴ്സ്, അത് വളരെ ഫേമസ് ആയിട്ടുള്ള കേറ്ററിംഗ് സർവീസ് ആയിട്ടുള്ള കേരള കേറ്റേഴ്സിന്റെ ഓണർ കൂടിയായിട്ടുള്ള ഡാനിയുടെ വീട്ടിലാണ് നമുക്ക് ഉള്ളത്. അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബാർ സെറ്റപ്പും അതോടൊപ്പം തന്നെ ഒരു തിയേറ്ററും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാർ കം തിയേറ്ററിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ BM ഹോം സിനിമാസിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ബാർ കം തിയേറ്ററിലേക്ക് ഹാർദവമായ സ്വാഗതം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്തൂടെ നോക്കുമ്പോൾ ശരിക്കും ഒരു L ടൈപ്പിൽ കിടക്കുന്ന ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആയിരുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 24 അടി നീളവും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു 13 അടി വീതിയും വരും. പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ 13 അടി നമുക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല. ഏകദേശം ഒരു ഹാഫ് പോർഷൻ വരുമ്പോൾ ഈ ലെങ്ത് വന്നിട്ട് 8.5 ഫീറ്റിലേക്ക് റെഡ്യൂസ് ആവും. അപ്പം അങ്ങനത്തെ ഒരു L ടൈപ്പ് വരുന്ന റൂമിലാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ഡോൾബി അറ്റ്മോസ് സെറ്റപ്പ് ആണ്. അതുപോലെ തന്നെ ഫുൾ HD പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊജക്ടറും അതുപോലെ തന്നെ AVR സ്പീക്കേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെനോൺ ബ്രാൻഡിൽ വരുന്ന 1800 എന്നുള്ള 7.2 ചാനൽ AVR ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ സൂവിര ബ്രാൻഡിൽ വരുന്ന ഒരു 110 ഇഞ്ചിന്റെ 110 ഇഞ്ചിന്റെ ഒരു ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ തിയേറ്ററിലും കൊടുക്കുന്ന പോലെ തന്നെ 2 UPS നമ്മൾ ഒരെണ്ണം പ്രൊജക്ടറിനും അതുപോലെ തന്നെ ഒരെണ്ണം AVR കൊടുത്തിട്ടുണ്ട്. മീഡിയ പ്ലെയർ ആയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആമസോണിന്റെ 5TV സ്റ്റിക്ക് ആണ്. ഇനി പ്രൊജക്ടറിലേക്ക് വരാണെങ്കിൽ ഒപ്റ്റോമ ബ്രാൻഡിൽ വരുന്ന HD 2080 എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ HD പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റൂമിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി 24 അടി ലെങ്ത് ഉള്ളതിന്റെ പേരിൽ നമ്മൾ സറൗണ്ടിങ് സ്പീക്കേഴ്സ് എല്ലാം പെയർ ചെയ്തുകൊണ്ട് ഇൻവാൾ സീരീസിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് സറൗണ്ടിങ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ചാനൽ 4 ചാനലായിട്ട് പെയറിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അറ്റ്മോസിലേക്ക് വരണമെങ്കിൽ RC60 എന്ന് പറഞ്ഞിട്ടുള്ള പോൾക്കിന്റെ തന്നെ സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ അറ്റ്മോസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ക്രീൻ സൈഡിലേക്ക് അതായത് ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ സ്പീക്കേഴ്സ് ഒക്കെ എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ട്, അതായത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു സ്ക്രീൻ മാത്രം ഫ്രണ്ടിൽ വരാൻ പാടുള്ളൂ, അതായത് സബ്വൂഫർ ആയാലും സ്പീക്കേഴ്സ് ആയാലും ഫ്രണ്ടിൽ കാണരുത്. അപ്പൊ ആ ഒരു ടേസ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് പോൾക്കിന്റെ RC85i എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾ സീരീസ് സ്പീക്കേഴ്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെന്ററിലേക്ക് വരണമെങ്കിൽ സെന്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത് മോണിറ്റർ സീരീസിൽ വരുന്ന പോൾക്കിന്റെ XT50 എന്ന് പറഞ്ഞിട്ടുള്ള സെന്ററാണ് സെന്റർ സ്പീക്കറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സബ്വൂഫറിലേക്ക് വരണമെങ്കിൽ പോൾക്കിന്റെ HDS ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള 12 ഇഞ്ചിന്റെ ആക്റ്റീവ് സബ്വൂഫറാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ പുള്ളിയുടെ ആഗ്രഹപ്രകാരം കൺസൾട്ട് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് നോക്കണമെങ്കിൽ സ്ക്രീൻ മാത്രമേ നമുക്ക് കാണുള്ളൂ. പിന്നെ നമ്മൾ UPS കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത്. അതുപോലെ തന്നെ പ്രൊജക്ടർ നമ്മൾ ഏറ്റവും ലോവർ ലെവലിലാണ്, AVR നമ്മൾ ഏറ്റവും ലോ ലെവലിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സീറ്റിംഗിലേക്ക് വരണമെങ്കിൽ 6 ചെയർസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം മാനുവൽ റിക്ലൈനർ ആണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള 2 മാനുവൽ റിക്ലൈനേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ ഒരു 4 ചെയേഴ്സ് ബാക്കിൽ സോഫ ചെയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് റോയിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള 4 ചെയേഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ റൂമിന്റെ സൈസ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയിട്ട് വരും. ഏകദേശം ഒരു 8.5 ഫീറ്റിലേക്ക് റെഡ്യൂസ് ആവും. ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഇത്രയും വീതിയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് വന്നുകൊണ്ട് ഒരു L ടൈപ്പിലാണ് ഈ റൂം ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ AC നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇതിൽ ചെയ്തിരിക്കുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ഈ ഒരു തിയേറ്ററിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സീലിംഗിൽ നോക്കിയാൽ ഗ്രില്ല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പല തിയേറ്ററിലും നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റ് വരുന്നില്ല കേട്ടോ, അത് എക്സ്ട്രാ വരുന്നതാണ്. ഇനി നമുക്ക് ഈ തിയേറ്ററിന്റെ അക്വസ്റ്റിക്കിലേക്ക് വരണമെങ്കിൽ പെറ്റ് പാനൽ അക്വസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. പെറ്റ് പാനലിന്റെ സിംഗിൾ ലെയർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു റെഡും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട്, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു
ഗ്രേ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ തീം മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ തിയേറ്ററിൽ ചെയ്തിട്ടുള്ളത്. അപ്പം റെഡും ബ്ലാക്കും മിക്സ് ചെയ്ത് ചെയ്യണമെന്നായിരുന്നു പുള്ളിയൊരു ആഗ്രഹം. അപ്പം നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ മിക്സ് ചെയ്തത്. റെഡും ബ്ലാക്കിലേക്കും വരുമ്പോൾ ഒരുപാട് ഡാർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ ഡാർക്ക്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു കളർ തീമിൽ മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ ലെയർ അക്വസ്റ്റിക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ റിബ്ബഡ് കാർപ്പറ്റ്സ് ആണ് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്കേഷ് കളറിലുള്ള ഒരു ഫ്ലോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ തിയേറ്ററിലും ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക് സിസ്റ്റം ആയിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിലൊരു സൈഡ് മാത്രമാണ് നമ്മൾ ശരിക്കും ഒരു ബാക്ക് സൈഡ് മാത്രം നമ്മൾ റെഡിൽ കൊടുത്ത് ബാക്കിയെല്ലാം നമ്മൾ എൻ്റയർലി ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെച്ചത്. അപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക, അതിലൊരു ബാർ സെറ്റ് ചെയ്യുക. ബാർ ഇപ്പൊ എല്ലാവരും സെറ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, കളുപിടിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും ജസ്റ്റ് നമ്മുടെ തിയേറ്ററിന്റെ ഷോ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ ആഗ്രഹപ്പെട്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ട് നമ്മളൊരു വീട് ചെയ്യുമ്പോൾ ആ വീട്ടിലത്തൊരു ഹോം തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരിൽ നിന്ന് പിന്തിരിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ഏതുമായിക്കോട്ടെ BM ഹോം സിനിമാസ് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ചെറിയ ബഡ്ജറ്റിൽ ഇതുപോലെ നമുക്ക് മനോഹരമായ തിയേറ്ററിൽ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള തിയേറ്റർ കമ്പാർ നമുക്ക് സെറ്റ് ചെയ്യാനായിരിക്കും വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ. അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് തിയേറ്റർ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഭാഗ്യരാജ്. ചിയേഴ്സ്.